സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേർവിലിനിയർ മോഷനെ പറ്റിയിട്ടായിരുന്നു. സോ അതിൻ്റെ കേസിൽ രണ്ട് കോർഡിനേറ്റ്സ് വേണം, എക്സ് ആൻഡ് വൈ, ടു റെപ്രസെൻറ്റ് ദ മോഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ടൈം ആൻഡ് വൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെലോസിറ്റി ആണെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സും ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈയും ഉണ്ടാവും. അപ്പം വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അറിയാം, ഡി എക്സ് ബൈ ഡി ടി ആണ്. ഓക്കെ, അതുപോലെ വി വൈ ആണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ആണ് വരിക. സോ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി, എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആണ്. ആക്സിലറേഷൻ്റെ കേസിലും സെയിം ആണ് വരിക, ബട്ട് നമ്മൾ എ എക്സ് എ വൈ എന്ന് പറയാണ്ട് അതിന് പകരം എന്ത് പറയും? നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്നാണ് പറയാം. ഓക്കെ, അത് എ എൻ എ ടി. ഓക്കെ, സോ അതിൻ്റെ കേസിലാകുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ. So we need an equation for an and at. To find the value of an and at, we have an equation that is at is equal to dv by dt, an equal to v square by r. ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം, പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് പൊടി തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. The motion of a particle is described by the following equations. X equal to 2 into t plus 1 the whole square and y equal to 2 by t plus 1 the whole square. Show that the path traveled by the particle is rectangular hyperbola. Find the velocity and acceleration of the particle. At t equal to 1 second. Okay. ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കാം. നമുക്ക് എന്താ തന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഡിസ്ക്രൈബ് ചെയ്ത് ഫോളോയിങ് ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സിനും വൈക്കും ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് നമുക്കറിയാം. സോ ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് എക്സും വൈയും തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ നോക്കാം. ഷോ ദാറ്റ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇതിൻ്റെ ഈ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കണം. സിമ്പിൾ ആയിരിക്കരുത്. എന്തായിരിക്കണം? സാധാരണയുള്ള സാധാരണയുള്ള കേർഡ് അല്ല, ഹൈപ്പർബോള. അതും റെക്ടാങ്കുലർ ഹൈപ്പർബോള തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ വി നീഡ് ടു നോ ദി ഇക്വേഷൻ ഫോർ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാത്തമെറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും പഠിക്കും. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. പിന്നെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് തെളിയിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നോക്കാം. ആൻഡ് ഫൈൻഡ് ദി വെലോസിറ്റി. പിന്നെ നമുക്ക് വെലോസിറ്റി ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t ഈക്വൽ ടു 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് t ഈക്വൽ ടു 1 സെക്കൻഡ്, അതായത് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ t ഈക്വൽ ടു 1 സെക്കൻഡ് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എക്സിനും വൈൻ്റെയും വാല്യൂ കിട്ടും. ഇപ്പം ഇനിയിപ്പോൾ വെലോസിറ്റിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വി എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡി എക്സ് ബൈ ഡി ടി ചെയ്യാം. അതുപോലെ തന്നെ വി വൈ ചെയ്യുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ചെയ്താൽ മതി. ഓക്കെ, അത് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ടീൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ടീൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? 1 സെക്കൻഡ് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ, അത് നമുക്ക് അറിയാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഇത് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, അതെന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റെക്ടാങ്കുലർ ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതിയല്ലോ. സോ അത് പഠിക്കാം. അപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള നമുക്ക് ഗിവൺ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ദെൻ റെക്ടാങ്കുലർ ഹൈപ്പർബോളേൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ. ഇത് പഠിക്കണേ, ബൈ ഹാർട്ട് ചെയ്യണേ.
ഓരോന്നിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഓരോ രീതിയിലുള്ള കേഴ്സ് വരുമ്പോൾ ആ കേർവിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ, അതാണ് ഇക്വേഷൻ. എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എക്സ് വൈ ഈക്വൽ ടു, ഇപ്പോൾ എക്സ് വൈ ഇവിടെ ഇതിൻ്റെ കേസിൽ നമുക്ക് എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എൽ എച്ച് എസ് ഈക്വൽ ടു, എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് വൈ ആണ്. സോ നമുക്ക് ഈസിലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് എക്സ് ഇൻറ്റു വൈ. ഓക്കെ, നമുക്കിവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ നിങ്ങൾക്ക് ചെയ്തുകൂടെ? എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് ടു ഇൻറ്റു ടി പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ് എക്സ്. ഇതാണ് എക്സ്, ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ എക്സ് വൈ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് എത്രയാണ് വാല്യൂ നോക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് സി സ്ക്വയർ ആയിരിക്കണം. ഏതോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ സ്ക്വയർഡ് ടേം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം, ഒരു സ്ക്വയർ ഫോം ആയിരിക്കണം. ഓക്കെ, സ്ക്വയർ ടൈപ്പ് ആയിരിക്കണം. അതായത് ഇപ്പം 4, അതുപോലെ 16, അതുപോലെ 1, അതൊക്കെയാണെങ്കിൽ നമുക്ക് സി സ്ക്വയർ പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ കറക്റ്റ് സ്ക്വയർ ആയിരിക്കും അത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇപ്പോൾ 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. ഇപ്പോൾ 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിരിക്കണം. ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നോക്ക്, 4 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്, 2ൻ്റെ സ്ക്വയറാണ്. സോ യു ക്യാൻ റൈറ്റ് 2 സ്ക്വയർ. സോ ഹിയർ 2 സ്ക്വയർ. അപ്പോൾ ഇത് എന്തായി, എക്സ് വൈ ഈക്വൽ ടു 2 സ്ക്വയർ ഫോം ആയില്ലേ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ളതിൻ്റെ ഫോമിന് ഈക്വലൻ്റ് ആയി. അപ്പോൾ അങ്ങനെ അങ്ങ് പറയാം, ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. സോ സി ഈക്വൽ ടു വാട്ട്, സി ഈക്വൽ ടു 2. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അതൊന്ന് എഴുതി വെക്കുക. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് എഴുതാം എക്സ് വൈ ഈക്വൽ ടു 2 സ്ക്വയർ. അത് ഞാൻ എഴുതിയ സാധനം തന്നെയാണ് പിന്നെ വരുന്നത് കേട്ടോ. ഹെൻസ് പാത്ത് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതും കൂടി ഒരു സെൻറ്റൻസും കൂടി എഴുതി വെക്കുക. ഓക്കെ, സോ ഇനി എന്താ അടുത്തത് നിങ്ങൾക്ക് സ്വന്തം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. എക്സ് ആൻഡ് വൈ ആക്സിസിലൂടെ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. വെലോസിറ്റി അല്ലേ ഉള്ളൂ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ഇത്? വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ എങ്ങനെ ചെയ്യാം? വി എക്സ് വി വൈ എടുക്കുക. വി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ടേമിനെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി എക്സ് കിട്ടും. ഈ ഒരു ടേമിനെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വൈ കിട്ടും. സോ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി കിട്ടും. സോ അഗെയിൻ ഈ ഒരു ടേമിൽ നിങ്ങൾക്ക് പിന്നെ വി എക്സിനൊരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിരിക്കും കിട്ടുക. അതിനെ അഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുക? എ എക്സ് കിട്ടും. ആക്സലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ കിട്ടും. ദെൻ നിങ്ങൾക്ക് കിട്ടിയ വി വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ അതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ വൈ കിട്ടും. ദെൻ ഇതിനെ രണ്ടിനെ വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായവർക്ക് ചെയ്യാം, അല്ലാത്തവരും ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം ഓരോ ഭാഗമായിട്ട് ചെയ്യാം. ഇപ്പം ഈ കോളത്തിൽ എക്സിൻ്റെ ചെയ്യാം, ഈ കോളത്തിൽ വൈൻ്റെ ചെയ്യാം. സോ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ടി പ്ലസ് 1 ഡി ഹോൾ സ്ക്വയർ ആണ്. അപ്പം വി എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി. ജസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എത്രയായിരിക്കും വരിക? 2 ഇൻറ്റു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണേ, അതറിയില്ല എന്ന് മാത്രം പറയരുത്. 2 ഇൻറ്റു ടി പ്ലസ് 1 അല്ലേ? ഇനി ഈ ടി വാല്യൂക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? എത്ര വാല്യൂ കൊടുക്കേണ്ടത്? ടി ഈക്വൽ ടു ക്വസ്റ്റ്യൻ നോക്കി, ടി ഈക്വൽ ടു 1 സെക്കൻഡ് കേട്ടോ. വി എക്സ് എന്ന് പറയുന്നത് എത്ര വരിക? വി എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു ടി പ്ലസ് 1. അങ്ങനെ ടിക്ക് 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരിക? എത്ര മീറ്റർ പെർ സെക്കൻഡാണ് വരുന്നത്? വി എക്സിന് എത്ര വാല്യൂ കിട്ടുന്നത്? അതുപോലെ വി വൈക്ക് എത്ര വാല്യൂ കിട്ടുന്നത്? ഓക്കെ, 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് കിട്ടി. ഇനി വി വൈൻ്റെ കേസിലോ?
വി വൈ ഈക്വൽ ടു ഏതാ ചെയ്യേണ്ടി വരിക? ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? വൈ വാല്യൂന് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വൈൻ്റെ ഒരു ഇക്വേഷൻ ഇല്ലേ ക്വസ്റ്റ്യനിലുള്ളത്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ ഈക്വൽ ടു 2/t+1 ദി ഹോൾ സ്ക്വയർ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഈ t+1 ദി ഹോൾ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിനിങ്ങനെ എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു t+1 ഹോൾ റേസ് -2 എന്ന് എഴുതിക്കൂടെ? കാരണം ഡിനോമിനേറ്റർ നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് സൈൻ എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 2 ഇൻറ്റു -2 ഇൻറ്റു t+1 ഹോൾ റേസ് ടു -2+1 അല്ലേ? ഇതല്ലേ വരിക? -2 - 1 അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? -4 ഇൻറ്റു t+1 ഹോൾ റേസ് ടു -3 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, നോക്കാം അങ്ങനെയാണോന്ന്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നെഗറ്റീവ് വാല്യൂന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് താഴത്തേക്ക് എടുത്താൽ മതി. -4 ഡിവൈഡഡ് ബൈ t+1 ഹോൾ റേസ് ടു 3 എന്ന് വരും. എടുക്കണമെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിന് ടീക്ക് 1 കൊടുക്കുക. അപ്പോൾ ഇതാണ് ഡി എന്തിൻ്റെ വാല്യൂ? വി വൈൻ്റെ വാല്യൂ കേട്ടോ. വി വൈൻ്റെ ഇക്വേഷനാണിത്. ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ ഒക്കെ ഇട്ടോ. ദിസ് വൺ ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4. വി വൈ. അപ്പോൾ ഇതിന് വി വൈൻ്റെ വാല്യൂ എത്രയാണ് വരിക? വി വൈ ഈക്വൽ ടു വാല്യൂ പെട്ടെന്ന് പറഞ്ഞേ. എത്ര വരുന്നത്? വി വൈ എത്ര മീറ്റർ പെർ സെക്കൻഡാണ്? ഇവിടെ ഈ ടീക്ക് 1 കൊടുത്താൽ എന്താ വരിക? 1 + 1 ഹോൾ ക്യൂബ്. 1 + 1 മീൻസ് 2 ക്യൂബ് അല്ലേ വരിക? 2 റേസ് ടു 3 വരും. അത് 8 അല്ലേ വരിക? -4/8 എത്ര വരുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി v ഈക്വൽ ടു √vx² + vy² അല്ലേ? അതെ, എന്താ വരുന്നത്? ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കിട്ടി നമുക്ക്. വി വൈ കിട്ടി, വി വൈൻ്റെ വാല്യൂ കിട്ടി. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ 1 സെക്കൻഡ് v ഈക്വൽ ടു √vx² + vy². വി നോ ദ വാല്യൂ ഓഫ് vx ആൻഡ് vy. vx ഈക്വൽ ടു 8 ആൻഡ് vy ഈസ് ഈക്വൽ ടു -0.5 meter per second. Then v equal, substitute these values in this equation, that is v equal to what? v equal to √8² plus -0.5 whole square. Okay, and that is equal to 8.02 meter per second. അത്രയേ ഉള്ളൂ. ഇതുപോലെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തേ. സെയിം രീതിയിൽ തന്നെ ആക്സിലറേഷൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇതല്ലേ നമ്മൾ 4th ഇക്വേഷൻ ആയിട്ട് പറഞ്ഞേ, ഐ മീൻ 3rd ഇക്വേഷൻ അല്ല. ദിസ് വൺ ഇസ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ്, ഇത് 4th അല്ലേ വി വൈൻ്റെ. അപ്പോൾ ഇതിൽ ഈ ഒരു 3rd ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ AX കിട്ടും. 4th ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ AY കിട്ടും.
ഫൈൻഡ് ഔട്ട് ചെയ്തേ. എന്നിട്ട് അതിലേക്ക് ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സെയിം മാനറിൽ. എന്നിട്ട് അവസാനത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ax² + ay². ഇവിടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻഷ്യലും നോർമലും കണ്ടുപിടിക്കാനൊന്നും സംഭവം റേഡിയസ് കർവേച്ചറൊന്നും തന്നിട്ടില്ല. ഇങ്ങനെ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നോർമൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ചോദിച്ചാൽ ചെയ്യേണ്ടി വരും കേട്ടോ, റേഡിയസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്. അത് അടുത്ത ക്വസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ Vx എഴുതുക, അതുപോലെ Ax ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് വാല്യൂ പറഞ്ഞ് നിങ്ങൾ പറ വാല്യൂ. പെട്ടെന്ന് ചെയ്യണേ, ഒരു 2 പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിന് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലോണം സമയം എടുക്കേണ്ടി വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലടാ. ഓക്കെ, 4 m/s. ഒന്നുമില്ല, ഇത് 4 × t+1 ആണ്. അത് ചെയ്താൽ തന്നെ നമുക്കറിയാം അല്ലേ, 4 m/s. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ, ഇതിനൊന്ന് ബ്രാക്കറ്റ് നമ്മൾ പൊട്ടിക്കുക. 4t+4 വരും. അപ്പോൾ അത് ചെയ്താൽ തന്നെ 4 ആണ് ആൻസർ, 4 m/s. അടുത്തത് Vyൻ്റെ കേസിൽ ഈ നെഗറ്റീവ് സാധനത്തിന് 3 ഈ t+1 ഹോൾ ക്യൂബിനെ നേരത്തെ പോലെ മുകളിലെടുത്തിട്ട് ചെയ്ത് നോക്കുക. മുകളിലെടുത്തതിന് ശേഷം ചെയ്യുക. ഇപ്പം എന്താ വരിക നോക്കുക, എത്ര വരുന്ന ആൻസർ? ചെയ്യാൻ അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക, അത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഇത് ഞാൻ മുകളിലെടുത്തിട്ട് ചെയ്യുകയാണേ. അപ്പം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? -4 × എന്ത് വരും? -3 × t+1 ഹോൾ റേസ് ടു -3 - 1 അല്ലേ, ഇങ്ങനെ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 12 അല്ലേ, t+1 ഹോൾ റേസ് ടു -4 വരും. So that is equal to 12 divided by t+1 whole raised to 4 വരും. ഇങ്ങനെയല്ലേ കിട്ടി? ഇതിലേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 + 1 2 ആണ്, 2 raised to 4 വരും അല്ലേ. അപ്പോൾ 12 divided by 2 raised to 4 ചെയ്ത് നോക്കുക. ആൻസർ ആരോ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ വരും. .75 m/s വരും ആൻസർ. ഇനി ആക്സിലറേഷൻ എത്ര കിട്ടുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, -4.07. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? ഇതുപോലുള്ള തന്നാൽ ചെയ്യില്ലേ? എക്സും വൈയും തന്നാൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം, ആക്സലറേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ particle moves with a constant speed of 6 m/s along the parabolic path y = kx². Determine its acceleration at a point. ഇത് പോയിന്റ് ആട്ടോ തന്നിരിക്കുന്നത്. നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പേന്നോ വീന്നോ എന്തെങ്കിലും വിളിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ആണ് ദി പാരബോള. ഒരു പാരബോളയാണ് അല്ലെങ്കിൽ ഒരു കേർവ്ഡ് പാരബോളിക് ആയിട്ടുള്ള പാത്താണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടുത്തെ ആ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് പെർട്ടിക്കുലർ പോയിന്റ് ഒരു പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ വരക്കാണ്. ഇതാണ് പാരബോളിക് പാത്ത് എന്നൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാരബോളിക് പാത്താണ്. അപ്പോൾ ഏതോ ഒരു പോയിന്റ്, എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റ് തന്നപ്പം പേര് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് 10.5 ആണ്. അപ്പോൾ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ആക്സിലറേഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 6 m/s ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പാരബോളേൻ്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്, y = kx². ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്.
സോ ഇത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഡിറ്റർമൈൻ ഇറ്റ്സ് ആക്സലറേഷൻ, ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ചെയ്യേ വേണ്ടുള്ളൂ. സോ ആക്സിലറേഷൻ്റെ കേസിൽ നമുക്കിവിടെ നിങ്ങൾ നോക്കി എക്സും വൈയും ഒന്നും നമുക്ക് തന്നിട്ടൊന്നുമില്ല, ഒരു പാരബോളിൻ്റെ ഇക്വേഷനാണ് തന്നെ. എക്സും വൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എ എക്സ് എ വൈ ഒക്കെ കണ്ടുപിടിച്ചിട്ട് അല്ലെ, വി എക്സ് വി വൈ എ എക്സ് എ വൈ കണ്ടുപിടിച്ചിട്ട് അവസാനം എ ഈക്വൾ ടു റൂട്ട് ഓഫ് വെച്ചിട്ടല്ലേ എ എക്സ് സ്ക്വയർ പ്ലസ് അങ്ങനെ കണ്ടുപിടിക്കായിരുന്നു. നേരത്തെ പോലത്തെ അല്ല ഇവിടെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന് പകരം പാരബോളിൻ്റെ ഇക്വേഷൻ തന്നുകൊണ്ട് പാരബോളേൻ്റെയാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. സോ പാരബോളിൻ്റെ ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റേഡിയസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ആറൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോർമൽ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നോർമൽ അവിടെ ഉണ്ടാകുന്ന നോർമൽ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷന് വെലോസിറ്റി തന്നിട്ടുണ്ടല്ലേ. അപ്പം അത് യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. നിങ്ങൾ നോക്കിയ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, കോൺസ്റ്റൻറ്റ് സ്പീഡല്ലേ. എന്തായിരിക്കും ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്തായിരിക്കും വരിക? ആലോചിച്ച് പറയണേ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്തായിരിക്കും വരിക? ഇക്വേഷൻ ഓഫ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് dv/dt. വാട്ട് ഇസ് dv/dt ഹിയർ? എന്തായിരിക്കും വരിക? 0. എന്തുകൊണ്ടാണ് 0? അത് ഞാൻ സ്ട്രൈക്ക് ചെയ്യാൻ പറഞ്ഞൊരു സംഭവമാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയുമ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനില്ല, അത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ടൈമിനനുസരിച്ച് വേരി ചെയ്താലേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 0 ആണ് വരുന്നത്. സോ അത് 0 ആണ് വരിക, 0 മീറ്റർ പെർ സെക്കൻഡ്. സോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ഓൺലി നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഓൺലി നോർമൽ ആക്സിലറേഷൻ ആണ്. നോർമൽ മാത്രം ഫൈൻഡ് ഔട്ട്. നോർമലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? v²/r ആണ്. v നമുക്കറിയാം, v 6 ആണ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ v നമുക്കറിയാം, r അറിയില്ല. r റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ആ പോയിന്റിലേക്കുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ r ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ r ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ അറിയണം. സോ ആ ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, ആ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. സോ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. മീൻസ് പാർട്ടിക്കിൾസ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്, ടാൻജൻഷ്യൽ കോമ്പണന്റ് എന്തായാലും 0 ആണ്. at dv/dt = 0 ആണ്. a എന്ന് പറയുന്നത് എന്താണ്? v²/r ആണ്. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി പാത്ത് ആണ്. സോ v 6 മീറ്റർ ആണ്, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്, r ആണ് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അത്രയും കാര്യങ്ങൾ. സോ പാരബോളേൻ്റെ കേസിൽ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് r ഇസ് ഗിവൺ ബൈ. പാരബോളേൻ്റെ കേസിൽ ഇത് ബൈ ഹാർട്ട് ചെയ്യണേ, ബൈ ഹാർട്ട് ഇറ്റ്. 1/r = d²y/dx² ഹോൾ ഡിവൈഡഡ് ബൈ 1 + dy/dx ദി ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. സോ ഇക്വേഷനിലേക്ക് നമ്മൾ ഒന്ന് d²y/dx² dy/dx ദ ഹോൾ സ്ക്വയർ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ ഇക്വേഷൻ എന്തായിരുന്നു? y = kx² അല്ലേ, y = kx². അപ്പോൾ ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഇനി വേണ്ടത്, നമുക്ക് ഓൺലി വേണ്ടത് a കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ആ a-ൽ r ഇല്ല, കർവേച്ചർ ഇല്ല. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനാണ് അടുത്ത ലക്ഷ്യം. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d²y/dx² dy/dx ഇത് മാത്രമേ ഇതിൻ്റെ അകത്ത് ടേംസ് ആയിട്ട് വരുന്നുള്ളൂ. സോ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ y എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതിനെ ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ആദ്യം ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dy/dx വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുക. പിന്നെ അഗെയിൻ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx² കിട്ടും. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ബട്ട് നിങ്ങൾ നോക്കി, ഇവിടെ ഒരു k വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. k വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാനം കിട്ടുന്ന r-ൻ്റെ വാല്യൂലടക്കം k വരും. മനസ്സിലായോ? അപ്പോൾ k-ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? 2kx അല്ലേ. ഇനി അടുത്ത് ഇതിനെ ചെയ്താൽ 2k. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്ക് കിട്ടുന്ന r-ൻ്റെ വാല്യൂവിൽ ഒരു k വാല്യൂ ഉണ്ടാവും എന്തായാലും. സോ ഈ k വാല്യൂ നമുക്ക് വേണ്ട. ഈ k വാല്യൂവിനെ ഒഴിവാക്കാൻ എന്തായിരിക്കും ചെയ്യേണ്ടി വരുക? വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നമ്മൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ ഇവിടെ? നമ്മളിവിടെ എന്തെങ്കിലും യൂസ് ചെയ്യാണ്ട് വിട്ടുപോയിട്ടുണ്ടോ? ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാണ്ടുണ്ടോ? ചിന്തിച്ച് നോക്കിയേ. യെസ്, പോയിന്റ്സ് ഓൺ പാരബോള. പാരബോളയിലുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടില്ലേ? എ എന്ന് പറയുന്ന പോയിന്റ്, അത് എ ആയിട്ട് എടുക്കുക നിങ്ങൾ. 10, 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. y ഈക്വൾ ടു കെ സ്ക്വയർ, y ഈക്വൾ ടു കെ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. y എന്ന് പറയുന്നത് ഇതിലേതാ? y 10 ആണോ 5 ആണോ? ഇത് y, ഇത് x, ഇത് y അല്ലേ? അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഈക്വൾ ടു കെ ഇൻറ്റു 10 square. So you can find out the value of k from this equation, that is k equal to 5 by 10 square. എത്രയായിരിക്കും വാല്യൂ വരിക? 1/1 അത് ഇതിൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, 1/20 അല്ലേ വരിക? 5/100 എന്ന് പറയുന്നത് അല്ലേ? 1/20 വരും അല്ലേ? k ഈക്വൾ ടു 1/20. സോ ആ ഫോമിൽ എഴുതിയാൽ മതി. അത് കുറച്ചും കൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1/20 അതെന്ത് ചെയ്യുക? ഇനി അടുത്തത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വൈൻ്റെ പുതിയ ഇക്വേഷൻ y ഈക്വൾ ടു 1/20x², ഇങ്ങനെയാക്കിയിട്ട് ഇടുക. ഇനി എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി ചെയ്ത് കഴിഞ്ഞാൽ k വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, dx, അടുത്തത് d²y/dx². ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, എന്നിട്ടൊന്ന് ആൻസർ പറഞ്ഞേ. ഇതിൻ്റെ കേസിൽ എന്താ വരിക? 2/20x അല്ലേ? ദറ്റ് ഈസ് 1/10x അല്ലേ? 1/10x. ഇനി d²y/dx² എന്താ വരിക? 1/10x ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ? അതായത് 1/10 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ r വാല്യൂ കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ. 1/r ഈക്വൾ ടു d²y/dx² 1/10 ആണ്. അത് കൊടുത്തു. ഇനി അടുത്തത് എന്താ? അടുത്തൊരു വലിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിടുക. 1 + dy/dx അല്ലേ? dy/dx ഹോൾ സ്ക്വയർ. dy/dx എന്ന് പറയുന്നത് 1/10x ഹോൾ സ്ക്വയർ. ഓക്കെ, ഹോൾ റേസ് ടു 3/2. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് വന്നു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു പോയിന്റിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 10 അല്ലേ? അതെ, ആ പോയിന്റിലെയാണ് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഒന്നുമില്ല, എക്സിന് ആ 10 വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? 1/10 ഹോൾ ഡിവൈഡഡ് ബൈ 1 + 1 ദ ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്, അത് നമുക്കറിയാം. ഹോൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി 1/r ഒരു ഇക്വേഷൻ കിട്ടും. നമുക്കൊരു ഇക്വേഷൻ, ഒരു വാല്യൂ കിട്ടും. അതിന് നേരെ റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. ആറിൻ്റെ വാല്യൂ ഇത് നിങ്ങൾക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററായിട്ട് എടുക്കാം. മീറ്ററിലല്ലേ ബാക്കി പറയുന്നതൊക്കെ? മീറ്ററിലായിട്ട് എടുക്കാം. എത്ര ആറിൻ്റെ വാല്യൂ കിട്ടുന്നത്? ഇത് ചെയ്ത് നോക്കി. ഇത് 2⁵3/2 വരും. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 2⁵2 കൊടുത്തതിന് ശേഷം അതിൽ ⁵2 ഉണ്ടാവും. അതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ. 3/2 അല്ലെങ്കിൽ 1.5 ചെയ്താലും മതി. 2⁵1.5 ചെയ്താലും മതി. അങ്ങനെയാകുമ്പോൾ കിട്ടും. അപ്പോൾ ആ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 1/10 വേണമെങ്കിൽ മാറ്റാം കേട്ടോ. 1/10 നിങ്ങൾക്ക് കിട്ടിയ 2⁵1.5 ചെയ്താലും മതി. 10 × 2⁵1.5 ആദ്യം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുക്കാൻ. അത് റെസിപ്രോക്കൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, 10 × 2⁵1.5. സോ അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്നത് r ഈക്വൾ ടു 10 × 2⁵1.5 ആയിരിക്കും വരിക. കാരണം രണ്ടും 1/, ആണ് ടേം വരുന്നത്. അപ്പോൾ r ഈക്വൾസ് എന്താ വരിക? ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ? ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലും 10 × 2⁵1.5 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൊണ്ടുവന്ന് വരിക. അപ്പോൾ 10 × 2⁵1.5 ഈക്വൾ ടു r എന്നല്ലേ വരിക? സോ r ഈക്വൾ ടു വാട്ട്? 10 × 2⁵1.5. ഇതെല്ലാം കൂടെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവല്ലേ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, സോ എത്ര കിട്ടുന്ന? എത്രയാണ് ആൻസർ? എത്രയാണ് ആറിൻ്റെ വാല്യൂ? പെട്ടെന്ന് പറഞ്ഞേ. സംഭവം സിമ്പിൾ അല്ലേ? ആ ആറിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അത് ബൈ ഹാർട്ട് ചെയ്യുക നിങ്ങൾ. പാരബോളേൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എത്രയാണ് ആൻസർ? ആറിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? n ഫൈൻഡ് ഔട്ട് ചെയ്യാം.
ഓക്കെ 28.28 മീറ്റർ. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, അപ്പം അത് മീറ്ററിലാണ് വരിക. ഓക്കെ, ഇനി എ എൻ ഫൈൻഡ് ഔട്ട് ചെയ്തേ. എ എൻ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ്. ഓക്കെ, വി എന്ന് പറയുന്നത് 6 ആണ്, 6 സ്ക്വയർ ബൈ ആറ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 28.28. എത്ര വരിക? എത്ര മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് വരിക? 1.27. ഓക്കെ, 1.27 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓടിപ്പോയോ? ഞാൻ സ്പീഡായി പോയോ? നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വായിക്കുക, എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക, ഉള്ള എല്ലാ ഇക്വേഷൻ എഴുതുക, അറിയാവുന്ന എല്ലാ ഇക്വേഷൻസ് എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഗിവൺ ഡാറ്റാസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഗിവൺ ഡാറ്റാസ് എഴുതിയതിന് ശേഷം ഇക്വേഷൻ എഴുതുക, ദെൻ ചെക്ക് ചെയ്യുക. ഗിവൺ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷനാണ് പ്രിഫറബിൾ നോക്കുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് ഓരോന്നോരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ചില വേരിയബിൾസ്, ഐ മീൻ ചില സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലേ, ചില വാല്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇനി എഗെയിൻ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാം. അതിന് ഓരോന്നിനും ഇക്വേഷൻ നമ്പർ ഇട്ട് പോവാം. അപ്പോൾ എളുപ്പമായിരിക്കും ചെയ്യാൻ. ഓക്കെ, സോ ഇത് ചെയ്തില്ലേ? ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാനുള്ള ടൈമുണ്ടോ? തുടങ്ങി വെക്കാമല്ലോ നമുക്കല്ലേ. എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്താണ് കേട്ടോ, സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ. ഓക്കെ, സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഗിവൺ ബൈ, ഡിസ്റ്റൻസ് കവർ ചെയ്തത് എസ് ഈക്വൽ ടു സി ടി സ്ക്വയർ. ഓക്കെ, വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്, ഫൈൻഡ് ദി ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണൻറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. എ എന്നും എ ടിയും കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്, സർക്കുലർ ആയിട്ടുള്ള പാത്താണ് കേട്ടോ. അപ്പോൾ സർക്കുലർ ആയിട്ടുള്ള പാത്തിൽ കൂടെ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാണ്. സർക്കിളാണ് ഇത്, ഞാൻ വരച്ചത് കറക്റ്റല്ല. ഓക്കെ, സർക്കിളാണ് വരക്കേണ്ടത്. അപ്പോൾ സർക്കിളിൽ കൂടെ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. നിങ്ങൾ ഫിഗർ വരക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്തിനും നിങ്ങൾ ഫിഗർ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, അപ്പം പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലറായിട്ട് മൂവ് ചെയ്യാണ്. ആ സർക്കുലറിൻ്റെ പാത്ത് നമുക്ക് തന്നിട്ട് എസ് ഈസ് ഈക്വൽ ടു സി ടി സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ ഉണ്ടല്ലേ. ദെൻ ഈസ് ഗിവൺ ബൈ ലെറ്റ് സി ഈസ് എ കോൺസ്റ്റൻറ്റ്, ഫൈൻഡ് ദ ടാൻജൻറ്റ്. നമുക്ക് എ എന്നും എ ടിയും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എ എന്നും എ ടിയും ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ട്? ഒരു വേർഡ് സച്ച് ഡിസ്റ്റൻസ് കവേർഡും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് അത് ഗിവൺ ഡാറ്റാസൊക്കെ എഴുതി അപ്പോൾ എഴുതുക. എ എൻ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ഓക്കെ, എ ടി ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഈ ഫിഗർ ഓക്കെ, ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എടാ, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അതറിയില്ലേ?
ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ, അത് ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ടല്ലേ വന്നത്. എസ് ഈക്വൽ ടു സി ടി സ്ക്വയർ, അല്ലെങ്കിൽ എസ് ഏതെങ്കിലും എടുക്കുക, എക്സ് ആക്സോ വൈ ആക്സോ ഏതെങ്കിലും ആയിക്കോട്ടെ. എസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഈക്വൽ ടു വാട്ട്, ഡി എസ് ബൈ ഡി ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? പറ്റൂലടാ. സ്ക്രീന് കാണുന്നുണ്ടോ? ഇല്ലോ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്ന ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. ഇനി അതിൽ നിന്ന് നമുക്ക് എന്തിനി ചെയ്യേണ്ടേ, വെലോസിറ്റിയും ആക്സലറേഷനും ആണ് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. സോ അതിനെന്ത് ചെയ്യുക, നമുക്കറിയാം വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആണല്ലേ. വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡി എസ് ബൈ ഡി ടി. അപ്പോൾ എന്താ വരിക, 2CT വരും അല്ലേ. 2CT നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷനിൽ സീൻ്റെ കോമ്പണൻറ്റ് വരും കേട്ടോ. കാരണം നമുക്ക് പോയിൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. നേരത്തെ പോലെ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ, ഐ മീൻ സിമ്പിളായിട്ടുള്ളൊരു ഡിജിറ്റ് നമ്പർ അല്ല നമുക്ക് കിട്ടുക. ജസ്റ്റ് അതിലൊരു ഇക്വേഷൻ പോലെ തന്നെയാണ് കിട്ടുക. വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല കിട്ടുക. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2CT വരും. ദെൻ അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി ആണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അഗെയിൻ എന്താ വരിക, സിമ്പിൾ അല്ലേ, ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ 2CTനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ 2C വരുമല്ലേ. ഇതാ 2C. ഓക്കെ, അടുത്ത ഇനി എ എൻ എങ്ങനെ കണ്ടുപിടിക്കും, വി സ്ക്വയർ ബൈ ആർ ആണ്. ആർ ഓൾറെഡി റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. ഇനി അതിൽ എ എൻ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലേ. ഓക്കെ, ഇതിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2CT ആണ്. 2CT ഹോൾ സ്ക്വയർ ബൈ ആർ ഇങ്ങനെ വരും. ഇതാണ് എ എൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. 4C² TC² ഹോൾ ഡിവൈഡഡ് ബൈ ടി. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഈ പ്രോബ്ലം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇത് സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളായിപ്പോയല്ലോ. എസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം, ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇത് കാണണോ, അത് എന്നിൻ്റെ ചെയ്തത് കാണണോ? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളതൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോ, ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. ഇത് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പം അത് ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇത് ട്യൂട്ടോറിയലായിട്ട് ചെയ്തോ. സ്ക്രീനില്ലേ? ഓക്കെ വെയിറ്റ്. അപ്പം നേരത്തെ അവസാനത്തെ ആൻസർ കണ്ടില്ല നിങ്ങൾ? ചെയ്യാൻ അറിയോ ഇത്? അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ. എ ടി കണ്ടുപിടിക്കാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 2C കിട്ടും ആൻസർ. ദെൻ എ എൻ കണ്ടുപിടിക്കാൻ വി സ്ക്വയർ ബൈ ആർ, അത് ചെയ്യുക. വി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 2CT ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് അത് എഴുതിയെടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്തോ, ട്യൂട്ടോറിയലായിട്ട് ചെയ്തോ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. സിമ്പിളാണ്, ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഇപ്പം ഇത്ര വരെ ചെയ്തെങ്കിൽ ഇത് സിമ്പിളാണ്, ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ചോദിച്ചോ, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. അടുത്ത ക്ലാസ് ഉണ്ടല്ലേ? ലീവ് ചെയ്യല്ലേ?